പ്രതികൂല സാഹചര്യങ്ങൾ വരും. നമ്മെ കരുതുമെന്ന് നാം വിചാരിച്ചവരൊന്നും നമ്മെ ഒരുപക്ഷെ കരുതിയെന്ന് വരികയില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിനം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാവുന്നതുപോലെ 13-ാം അധ്യായമാണ് എബ്രായ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായം. അതുകൊണ്ട് തന്നെ ലേഖകൻ വളരെ ചുരുക്കമായി പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ കുറച്ചു കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ സ്നേഹത്തെ ആണ് ഇവിടെ കാണിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അതിഥി സൽക്കാരം ചെയ്ത ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അബ്രഹാം തന്റെ അടുക്കൽ വന്ന ദൂതന്മാരെ സൽക്കരിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും അതോടൊപ്പം റെസ്പെക്ട് ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാമും നമ്മുടെ സഭയിലുള്ളവരോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരോടും നാം സ്നേഹത്തോടുകൂടി നാം പെരുമാറേണ്ടത് ആവശ്യമാണ്. നിറവ്യത്യാസമില്ലാതെ, ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസം കാണിക്കാതെ യേശുക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം നാം അന്യോന്യം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ 2-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളരും. ഇവിടെ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളാൻ. പ്രിയ ദൈവമക്കളെ, നാം കേവലം സഭാ കൂട്ടായ്മകളിൽ അറ്റൻഡ് ചെയ്യുന്നവരായി മാത്രം തീരാതെ നമ്മുടെ സഭയിൽ രോഗികളായി ഭാരപ്പെടുന്നവർ കാണും, ഏകാന്തത അനുഭവിക്കുന്നവർ കാണും. അവർക്കൊരു ആശ്വാസമായി തീരാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ഒത്തിരി പേര് സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി ദേവദാസന്മാരും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. അവരെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ. നമ്മോട് ലേഖകൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ദ്രവ്യാഗ്രഹം പാടില്ല എന്നുള്ളത്. അതായത് ഒരു സംതൃപ്തിയുടെ അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നാം പഠിക്കണം. ഒരു സിമ്പിൾ ലൈഫ് എപ്പോഴും സിമ്പിളായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയദൈവമക്കളെ, നമ്മുടെ ധൈര്യം എന്താണ്? കർത്താവ് നമുക്ക് തുണയുണ്ട്. അപ്പൊ ഈ കർത്താവ് നമുക്ക് തുണ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ വെച്ച സ്നേഹിതര്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നമ്മളെ വിട്ടുപോയെന്ന് വരാം. പക്ഷെ നമ്മളെ വിട്ടുമാറാത്ത, നമ്മളോട് പറ്റുചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളപ്പോൾ നാം എന്തിനാണ് ഈ ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം നാം ഒരു സംതൃപ്തിയുള്ള ജീവിതം നയിക്കാനാണ് ലേഖകൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം 7-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. വളരെയധികം ദുരുപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വചനത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ചാൻസ് വളരെയധികമുണ്ട്. അങ്ങനെയുള്ള നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മെ സത്യവചനത്തിൽ അല്ലെങ്കിൽ നമ്മെ വചനം പഠിപ്പിച്ച ദൈവദാസന്മാരെ നാം ഓർത്തുകൊള്ളണം എന്ന് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് വീണ്ടും നമ്മെ പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. തുടർന്ന് 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഒരു പാപപരിഹാര യാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുക്രിസ്തു എങ്ങനെയാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്? യേശുക്രിസ്തു നഗരവാതിലിന് പുറത്താണ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് ആ രക്തം നമുക്ക് വേണ്ടി ചീന്തിയത്. അതുപോലെ പഴയ നിയമകാലത്തിൽ പാപപരിഹാര യാഗത്തിനായി പുരോഹിതന്മാർ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അതുപോലെ യേശുക്രിസ്തു നഗരവാതിലിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുകയും ആ രക്തം ചീന്തുകയും ചെയ്യുന്നു. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം അല്ലെങ്കിൽ ആ ഒരു നിന്ന നാം എപ്പോഴും ഓർത്ത് ആ ഒരു ക്രൂശിലെ ത്യാഗത്തെ നാം ഓർക്കുന്നവരായി തീരണം. അത് ഒരിക്കലും നാം മറന്നു കളയുന്നവരായി തീരരുത്.
ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന നാം ഈ ലോകത്തിന് അനുരൂപരാകാതെ ജഡീക സ്വഭാവങ്ങളെ പുറപ്പെടുവിക്കാതെ ആത്മീയ സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാം ശ്രദ്ധിക്കണം. 15-ാം വാക്യത്തിൽ കാണുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പഴയ നിയമത്തിൽ പാപപരിഹാര യാഗത്തെപ്പറ്റി നാം കണ്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാണ്. ഇനി വിശുദ്ധ മന്ദിരമായ നാം എന്ത് യാഗമാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടത്? അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുപോലെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ വിശ്വാസികളോട്, നമ്മുടെ സഹവിശ്വാസികളോട്, നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ നാം ഒരു നല്ല കൂട്ടായ്മ കാണിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. 17-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും. അതായത് ഒരു അനുസരണ മനോഭാവം നമുക്ക് ആവശ്യമാണ്. അപ്പം നാം ചേർച്ചിലാണെങ്കിൽ നാം ദേവദാസന്മാരെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. എപ്പോഴും നാം ഒരു അനുസരണ മനോഭാവമുള്ളവരായിരിക്കണം. യേശുക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം വാക്യത്തിൽ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അതായത് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വലിയ ഇടയനെ പറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വലിയ ഇടയൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. തുടർന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, സഹോദരനായ തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിയുവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അതായത് തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എബ്രായ സഭയെ വന്ന് കാണാമെന്നുള്ളൊരു ഉറപ്പ്, അവരെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും വന്ന് കാണാമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് ലേഖകൻ. ലാസ്റ്റ് 25-ാം വാക്യത്തിൽ കാണുന്നു, കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങൾ വരും. നാം ആശ്രയിക്കും, നമ്മെ കരുതുമെന്ന് നാം വിചാരിച്ചവരൊന്നും നമ്മെ ഒരുപക്ഷെ കരുതിയെന്ന് വരികയില്ല. എന്നാൽ ആ സാഹചര്യത്തിലൊക്കെയും നമുക്ക് നിലനിൽക്കുവാൻ ഈ കൃപ മാത്രം മതി. നല്ല മനസ്സാക്ഷിയോടെ നന്മ ചെയ്തുകൊണ്ട് വിശ്വാസം നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചും ആഹ്വാനം ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.